എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ എനർജി എന്താണ്, ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ റെസൊണേറ്റ് ആവില്ല, ഇത് ഒരുപാട് പേര് കാണുന്നതാണ്. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള മെസ്സേജ് ഉണ്ടെങ്കിൽ എടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. നമുക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ, നമുക്ക് ജോലി സംബന്ധമായിട്ടോ വിവാഹ സംബന്ധമായിട്ടോ എന്തെങ്കിലും തടസ്സങ്ങൾ, എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുക്കണം. പേഴ്സണൽ റീഡിങ് എടുക്കണമെങ്കിൽ ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ. പേഴ്സണൽ റീഡിങ് എടുക്കണമെങ്കിൽ എൻ്റെ ഇത് വാട്സാപ്പ് നമ്പറാണ്. ഈ വാട്സാപ്പ് നമ്പറിലൊന്ന് എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ചെറിയൊരു ഫീസ് ഉണ്ട്. അപ്പോൾ ഫീസ് അടച്ചിട്ട് പേഴ്സണൽ റീഡിങ് എടുത്ത് തരും കേട്ടോ. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും തന്നാൽ റീഡിങ് എടുത്ത് തരും കേട്ടോ. ഇല്ലെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലെങ്കിലും റീഡിങ് എടുത്ത് തരും. എന്നാലും ഡേറ്റ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും ഒക്കെ, ടൈം ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ വിശദമായിട്ടൊന്ന് നോക്കി തരും കേട്ടോ. എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ അതും പറഞ്ഞു തരുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതും പറഞ്ഞു തരുന്നതാണ്, അല്ലെങ്കിൽ പരിഹാരം പറഞ്ഞു തരുന്നതാണ്, അല്ലെങ്കിൽ പരിഹാരങ്ങൾ ചെയ്തു തരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് കാണാം, നിങ്ങളുടേതായിട്ട് ഉള്ള റീഡിംഗ് ആയിട്ട് വരാനായിട്ട് പ്രാർത്ഥിച്ചിട്ട് കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. യൂണിവേഴ്സ് ആൻഡ് യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സ് ആൻഡ് യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സ് ആൻഡ് 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 യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സ് യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സ് ആൻഡ് യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിന്റെ കറണ്ട് ആൻഡ് യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സ് ആൻഡ് യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? 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 യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്താണ്? യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്താണ്? യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്താണ്? യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്താണ്? യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്താണ്? യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്താണ്? യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്താണ്? യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്താണ്? യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്താണ്? യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? അപ്പോ നമുക്കിവിടെ കാർഡുകൾ എടുത്തിട്ടുണ്ട്, 12 കാർഡ് എടുത്തിട്ടുണ്ട് ഞാൻ. നമുക്ക് അപ്പൊ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടേതായിട്ടുള്ള മെസ്സേജുകൾ ഉണ്ടെങ്കിൽ എടുക്കണം കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് കാണാം, നിങ്ങളുടേതായിട്ട് വരാനായിട്ട് പ്രാർത്ഥിച്ചിട്ട് കാണണം കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് പേജ് ഓഫ് പെന്റിക്കൽസ് ആണ്. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന കാർഡ്. അപ്പൊ എന്താണ്, നിങ്ങൾക്ക് എവിടുന്ന് ഇത്തിരി കുറച്ച് പൈസ കിട്ടാനായിട്ട് പോകുന്നുണ്ടെന്നാ പറയണത്. ജോലിന്നോ അല്ലെങ്കിൽ എവിടുന്നെങ്കിലും ഇപ്പൊ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പൈസ കിട്ടി, അല്ലെങ്കിൽ ബിസിനസ് നിങ്ങളുടെ
പ്രൊമോഷൻ കിട്ടുക, അല്ലെങ്കിൽ ജോലിയിൽ ബിസിനസ്സിൽ എന്തെങ്കിലും നല്ല പ്രോഫിറ്റ് കിട്ടുക, അല്ലെങ്കിൽ ജോലി ചെയ്തിട്ട് ആദ്യം സാലറി കിട്ടുക, അങ്ങനെ എന്തോ ഇത്തിരി പൈസ നിങ്ങൾക്ക് വരാനുണ്ടെന്നാണ് പറയണത് കേട്ടോ. ഇത്തിരി പൈസ കിട്ടും, നന്നായിട്ട് വരുമാനം ഉണ്ടാവും എന്നാ പറയണത് നിങ്ങൾക്ക് കേട്ടോ. പിന്നെ നിങ്ങളിലേക്ക് തന്നെ ഒരുപാട് എന്നിട്ട് നിങ്ങൾക്ക് ഇനി മനസ്സിന് നല്ല സംതൃപ്തിയും നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ സാക്ഷാത്കരിക്കാൻ പോകുന്നു. സംതൃപ്തി, ആനന്ദവും ആവേശം എല്ലാം നിങ്ങളിലേക്ക് ഉണ്ടാവാൻ പോകുന്നു പറഞ്ഞു. നിങ്ങളുടെ ബന്ധം, കുടുംബം, ജീവിതം എല്ലാം നല്ല സന്തോഷം സമാധാനമൊക്കെ ആയിട്ട് ആവാനാണ് പോകുന്നത് കേട്ടോ. നല്ല പ്രണയബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ടൊരു സാധ്യത, പുതിയ ബന്ധമോ അല്ലെങ്കിൽ പഴയ ബന്ധം തന്നെ നല്ല ദൃഢമാവാനായിട്ട്, നല്ല ദാമ്പത്യം ഉണ്ടാവാനായിട്ട് ഒക്കെ പോവാണ്. നല്ല സൗഹൃദം ഉണ്ടാവും ഇനി. നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കഥയാണ് അത് കേട്ടോ. സോൾമേറ്റ്, നിങ്ങൾ ടിൻ ഫ്ലെയിം ആണ് പറയണത്, സോൾമേറ്റ് ആണ്. ഈ ഫാമിലിയൊക്കെ ആയിട്ട് നല്ല വളരെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ളൊരു ഫ്യൂച്ചറിൽ നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കുന്ന പറയണത്. നിങ്ങൾക്ക് മാരേജ് കഴിക്കാത്തവരാണ് മാരേജ് കഴിക്കാനായിട്ട് സമയമായി എന്നാ പറയണത്. സന്തോഷകരമായ ദാമ്പത്യവും സന്തോഷവും സമാധാനവും എല്ലാം എല്ലാ ആഘോഷങ്ങളും നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ചു പേർക്ക് കുറച്ചൊരു പ്രയാസമുണ്ട്. ഒരു നിങ്ങൾക്ക് എന്തോ ഒരു വഞ്ചന നിങ്ങളുടെ റിലേഷൻഷിപ്പിലാ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ചതിക്കുകയോ വഞ്ചിക്കുകയോ എന്തോ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും എന്തൊരു ചതിയോ വഞ്ചന നിങ്ങളൊക്കെ ചുറ്റിപ്പറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ചീറ്റിങ് നടന്നിട്ടുണ്ട്, നിങ്ങൾ ഏതെങ്കിലും തരത്തില് വഞ്ചന നിങ്ങളെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ സാഹചര്യങ്ങളും നിയന്ത്രിക്കാനും ആസൂത്രണം ചെയ്ത പോലെ നിങ്ങളുടെ കാര്യങ്ങളൊന്നും പോകുന്നില്ല ഇപ്പൊ. നിങ്ങളുടെ പുറകിൽ ഒരാള് നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട്, നിങ്ങൾ അറിയാതെ മറിഞ്ഞിരുന്നുകൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല പണി തന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ മറിഞ്ഞിരുന്നുകൊണ്ട് നിങ്ങൾ ഉപദ്രവിക്കാം, എന്തെങ്കിലും പണികൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ അറിയാതെ. ചിലപ്പോൾ നിങ്ങളെ അടുത്ത് ചിരിച്ചു നിന്നോട്ടൊക്കെ ആയിരിക്കും അങ്ങോട്ട് തിരിഞ്ഞ് നിങ്ങളെ ഉപദ്രവിക്കുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് സൂക്ഷിക്കുക. രഹസ്യമായിട്ടാണ് അവര് മറഞ്ഞിരുന്നോണ്ട് ചെയ്യാം. ചിലപ്പോ നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് നിങ്ങൾ അറിയുന്ന ആൾക്കാരായിരിക്കാം, നിങ്ങളടുത്ത് നല്ലോണം പോലെ പെരുമാറുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ അവര് തിരിഞ്ഞു നിന്നുകൊണ്ട് നിങ്ങൾക്കൊരു പണി തരുന്നുണ്ട്. വഞ്ചന, നുണകൾ, തന്ത്രങ്ങള് ഒക്കെ അങ്ങനെ മനസാക്ഷി ഇല്ലാണ്ട് പെരുമാറാൻ, നിങ്ങൾക്ക് കളവ് പറയാ, കളവ് ചെയ്യാ, നിങ്ങളെ ചതിക്ക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കുറച്ചു പേർക്കൊക്കെ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്താ, കുറച്ചു പേർക്ക് എന്താണ് ബലം പ്രയോഗിച്ചിട്ടൊന്നും നിങ്ങൾ ഒന്നും നേടുന്നതൊന്നും ശാശ്വതമല്ല എന്നാ പറഞ്ഞ. എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ എന്തെങ്കിലും മറ്റുള്ളവര് ബലം പ്രയോഗിച്ചിട്ട് നേടാനായിട്ട് നോക്കുന്ന അതും ശാശ്വതമല്ല, അതും പോകും. എന്തെങ്കിലും മോഷണം വരെ അല്ലെങ്കിൽ എന്തെങ്കിലും അപമാനിക്കപ്പെടാനോ സാധ്യത, അല്ലെങ്കിൽ സ്വന്തം അഭിമാനം നഷ്ടപ്പെടാനുള്ളൊരു സാഹചര്യം ഉണ്ടാവാ. അങ്ങനെ ഒരുപാട് സമ്മർദ്ദം, ഒരുപാട് പോരാട്ടങ്ങളിലൂടെയൊക്കെയാണ് പോകുന്നത് കേട്ടോ. എന്താണ് ഒരുപാട് സമ്മർദ്ദം, പിരിമുറുക്കം, തർക്കങ്ങൾ ഉണ്ടാവാ, ചെറിയൊരു ശത്രുത, ആരെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ശത്രുത, നിങ്ങൾക്ക് മറ്റൊരാളിൽ നിന്ന് ഒരു ശത്രുത വന്നിട്ടുണ്ടെന്നാണ് പറയണത്. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് ചീറ്റിങ് വന്നിട്ടുണ്ട്, അത് തേർഡ് പാർട്ടി ഉണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ആ വ്യക്തിക്ക് വേറെ പലരായിട്ട് ബന്ധമുണ്ടെന്നാണ് പറയണത്. അപ്പോ ഒരു തേർഡ് പാർട്ടി ഉണ്ട്, അതുകൊണ്ട് നിങ്ങളെ ചീറ്റ് ചെയ്തു, നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ. അപ്പൊ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന് പറയാം. പിന്നെ നിങ്ങൾക്ക് എന്താ ഒരു ടെമ്പറൻസ് വന്നുണ്ട്. ടെമ്പറൻസ് എന്ന് പറയുമ്പോ എന്താ ടെമ്പറൻസ്
ടെമ്പറൻസ് എന്ന് പറയുമ്പം ഒരു നിങ്ങളുടെ വാല്യൂ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു റീഡിങ്ങിന് ഇരിക്കണേ ഇത്തിരി കഴിഞ്ഞിട്ട് വിളിക്കാം. ഒരു നിങ്ങളുടെ വാല്യൂ ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു സമയമാണെന്നാണ് പറയണത് കേട്ടോ. എന്താണ് ടെമ്പറൻസ് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ വാല്യൂ ഒക്കെ മനസ്സിലാക്കി ജീവിക്കാൻ ഒരു മിതത്വം പാലിക്കുക, എല്ലാ കാര്യങ്ങളിലും ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പോകാനാണ് പറയുന്നത്. ലൈഫിൽ ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പോകണം, സമാധാനം പാലിക്കുക, കൂടുതൽ ദേഷ്യം ഒന്നും വരാതെ ഇങ്ങനെ ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പോകണം എന്നാണ് പറയുന്നത്. ലൈഫിലെ റിലേഷൻഷിപ്പിലായാലും മാരേജ് ലൈഫിലായാലും എല്ലാത്തിലും ഒരു മിതത്വം പാലിച്ചുകൊണ്ട് പോകണം എന്നാണ് പറയണത് കേട്ടോ. പിന്നെന്താ, എവിടത്തെങ്കിലും നിങ്ങൾക്ക് എന്തായാലും ഒരു ചീറ്റിങ് വന്നിട്ട്, ചീറ്റിങ് നിങ്ങളെ ചുറ്റിപ്പറ്റി എന്തായാലും ഉണ്ട് നിങ്ങൾക്ക്. ഇനി നിങ്ങൾക്ക് കുറച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മെച്ചപ്പെടാൻ തുടങ്ങുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. സമാധാനത്തിലേക്ക്, ഐക്യത്തിലേക്കൊക്കെ ഇനി പോകും. നിങ്ങളിപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ തന്നെ അവര് ഇനി കുറച്ചൊന്ന് സമാധാനത്തിലേക്ക്, ഐക്യത്തിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സമയം കഴിഞ്ഞു എന്ന് പറയണ, ഇനി മികച്ച ഭാവിയിലേക്ക് പോകുമെന്ന് പറയുന്നു. ഒരു വിദേശ യാത്രക്ക്, വിദേശത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊരു വിദേശ യാത്രയും പറയുന്നുണ്ട്. കുടുംബത്തോടൊപ്പം അല്ലാതെയോ ഒറ്റയ്ക്കോ വിദേശത്തേക്ക് പോകാനായിട്ടൊരു സാധ്യത പറയുന്നുണ്ട് കേട്ടോ. ഏത് പ്രതികൂല സാഹചര്യങ്ങളൊക്കെ തരണം ചെയ്യാനും നിങ്ങൾക്ക് കഴിയും. ആശ്വാസം, സ്ഥിരത, രക്ഷപ്പെടല്, പലായനം ചെയ്യുക, യാത്ര ചെയ്യുക, അന്താരാഷ്ട്ര യാത്ര, ഇതൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ തന്നെ രോഗത്തിന് ശാന്തി വരിക, ഇനി പുരോഗതിയാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് മാറ്റാണ്, നല്ല മാറ്റാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. ഇപ്പൊ കുറെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം മാറ്റങ്ങളാണ്, നല്ല മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് കേട്ടോ. നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും കഴിഞ്ഞു എന്ന് പറയാം. അതെല്ലാം അവസാനിച്ചു. ഇനി എല്ലാ വേദനയിൽ നിന്നൊക്കെ രക്ഷപ്പെടാം, എല്ലാം നല്ലതാണ് ഇനി നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്താ, ഇനിയൊരു പുതിയൊരു തുടക്കം നിങ്ങളിലേക്ക് ഉണ്ടാവാൻ പോകുമെന്നാണ് പറയണത്. ന്യൂ ബിഗിൻ, ഇപ്പൊ നിങ്ങളെ റിലേഷൻഷിപ്പിലും മിണ്ടാതിരിക്കുന്നവരാണെങ്കിൽ, നോ കോണ്ടാക്ട് ആക്കിയിട്ട് ഇരിക്കണമെന്നവരാണെങ്കിൽ അവര് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാണ് പറയുന്നത്. ലൈഫിൽ ഇനി സക്സസിന്റെ ഒക്കെ പുതിയ തുടക്കം വരണം എന്നാ പറയണത്. പല വിധത്തിലുള്ള സോഴ്സിലൂടെ നിങ്ങൾക്ക് പണം വരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഒത്തിരി പൈസ കിട്ടാനുള്ള ഒരു സാധ്യത വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ഒരു അബണ്ടന്റ് നിങ്ങളിലേക്ക് വരുന്നു എന്ന് പറയുന്നത് തന്നെ. വീട്, കാറ്, എല്ലാം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ വേണ്ടതായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയണത്. ഇനി അഭിവൃദ്ധിയും സമ്പത്തൊക്കെ ഉണ്ടാവാൻ പോകുന്നു, പുതിയ പുതിയ അവസരങ്ങൾ വരുന്നു, സമൃദ്ധി, സുരക്ഷിതത്വം എല്ലാം നിങ്ങളിലേക്ക് വരാൻ പോകണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവാൻ പോകുന്ന പറഞ്ഞത്. ഇനി എല്ലാ മേഖലകളിലും വിജയമാണ് നിങ്ങൾക്ക് വരാൻ പോണത്. ഭാഗ്യം കൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം വരുന്നു. കഠിനാധ്വാനം കൊണ്ട്, നിങ്ങൾ കഠിനാധ്വാനിക്കുന്നവരാണ്, കഠിനമായി അധ്വാനിക്കുന്നവർ, അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് നിങ്ങൾക്ക് വിജയം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് പറയണത് കേട്ടോ. പിന്നെ 8 ഓഫ് വാണ്ട് വന്നിട്ടുണ്ട്. 8 ഓഫ് വാണ്ട് വന്നു. 8 ഓഫ് വാണ്ട് എന്ന് പറയുമ്പോ നിങ്ങൾക്ക് എന്താ, ഒരു ട്രാവല് സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് കേട്ടോ. ഇപ്പൊ നിങ്ങള് കുറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇനി ഉള്ളൊരു പ്രവർത്തന കാലഘട്ടത്തെയാണ് പറഞ്ഞത്. ഇനി ഐക്യമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. കുറെ ഇപ്പം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി ഒരു ഐക്യം, ഇനി പ്രണയത്തിലേക്കുള്ളൊരു സാധ്യത. നിങ്ങളുടെ വ്യക്തി, നിങ്ങളിപ്പോ നോ കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും നിങ്ങളെ വിളിക്കാനോ ഒരു മെസ്സേജ് വരാനൊക്കെ ഒരു സാധ്യതയാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കാൻ പോകുന്നു എന്നാണ് പറയണത്. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ വിളിക്കാൻ ഒരു സാധ്യത, വന്ന് കാണാനോ മെസ്സേജ് അയക്കാനോ ഒക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരണു എന്നാണ് പറയണത് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ കഴിവിനൊക്കെ തിരിച്ചറിയണം, അതിനുള്ളൊരു സമയമാണ്. നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം, എത്ര വലിയ പ്രോബ്ലം വന്നാലും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് നല്ല കഴിയുന്നു, അതിനുള്ള നല്ല കഴിവുള്ള, നിങ്ങളൊരു ജെന്റിലായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു ലേഡിയാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം. എത്ര വലിയ പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് അത് തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക്
കഴിയുമെന്നാണ് പറയണത് കേട്ടോ. സ്വർണ്ണപ്പന്റെ കളിച്ചു വന്നു. അതെന്താ, ഒരു പുതിയ സംരംഭമൊക്കെ ആരംഭിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ നിലവിലുള്ള തന്നെ വീണ്ടും വികസിപ്പിക്കാനൊക്കെ തീരുമാനിക്കുന്ന ഒരു സമയമാണ്. ജോലി സംബന്ധമായിട്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലൊക്കെ നല്ല മാറ്റം വരും. നിങ്ങൾക്ക് പൈസ ഒക്കെ ഉണ്ടാവും തന്നെയാണ് പറയുന്നത്. ജോലിയിൽ പ്രൊമോഷൻ കിട്ടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ നിങ്ങൾക്ക് പൈസ നിങ്ങളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. നല്ല വളർച്ചയാണ് നീ കാണുന്നത്. നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾക്ക് നല്ല വിജയം ഉണ്ടാവും. പേരും പ്രശസ്തി എല്ലാം നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും. നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നടക്കല്ലേ. നിങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. മറ്റുള്ളവരുടെ ഒന്നും നിങ്ങൾ നോക്കാൻ വേണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പൊ നിങ്ങളുടെ പരിശ്രമത്തിന് നിങ്ങൾക്കെല്ലാം നല്ല ഫലങ്ങളാണ് കിട്ടാൻ പോകുന്നത്. ഇനിയിപ്പോ ഒരുപാട് പൈസ ഉണ്ടാവുമെന്ന് വീണ്ടും വീണ്ടും പറയാണ്. എന്തായാലും നല്ലൊരു ഇതാണ്. നല്ല നല്ല കഥകളാണ് കിട്ടിയിരിക്കുന്നത്. നൈറ്റ് ഓഫ് ഫണ്ട്. അപ്പൊ എന്തായാലും എന്റെ ഫണ്ട് നിങ്ങൾ ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറാനും ചെറിയൊരു സാധ്യതയുണ്ട് കേട്ടോ. ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറാ, ചില തീരുമാനങ്ങളൊക്കെ എടുക്കുക പെട്ടെന്ന്. ഇനി ഫ്രീഡം കിട്ടുന്ന പറയണത്. ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്തൊന്നും ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കും എന്നാണ് പറയണത്. പുതിയ പുതിയ ആശയങ്ങൾ അഭിലാഷങ്ങൾ നിറഞ്ഞ നല്ലൊരു ആളാണ് നിങ്ങൾ. നല്ല വ്യക്തമായ കാഴ്ചപ്പാടോട് കൂടിയുള്ള ഒരാളാണ്. സ്വന്തം കഴിവനുസരിച്ചൊക്കെ കുതിച്ചു ചാടുന്ന ഒരാൾക്കാരാണ് നിങ്ങളുടെ നിങ്ങളുടെ യാത്ര പുരോഗതിയും പുതിയ ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും അങ്ങനെ എല്ലാം കൊണ്ടും നിങ്ങൾ നല്ല അറിവും ബുദ്ധിയൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ നിങ്ങളുടെ കഴിവിലൂടെ തന്നെ നിങ്ങള് വളരെ പ്രശസ്തയാവും, നന്നായിട്ട് പോകും. വളരെയധികം നിങ്ങൾ പ്രകൃതിനെയൊക്കെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയണത്. അല്ലെന്താ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷവും വിജയമൊക്കെയാണ് വരുന്നത്. നിങ്ങൾക്ക് എത്ര ദുഃഖങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട്, എത്ര ദുഃഖങ്ങളുണ്ടെങ്കിൽ വികാരങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നിയന്ത്രിച്ച് കൊണ്ടുപോകാനുള്ള കഴിവുണ്ട് നിങ്ങൾക്ക്. നിങ്ങള് എത്ര സങ്കടങ്ങളുണ്ട് അതെല്ലാം ഉള്ളിൽ ഒതുക്കിയിട്ട് മനസ്സിനെ പുറമേക്ക് ശാന്തത പ്രകടിപ്പിച്ചു കൊണ്ടുവരാനുള്ള ഒരു കഴിവുണ്ട് നിങ്ങൾക്ക്. നല്ല ദയയുള്ള ഒരാൾക്കാരാണ്, നല്ല അലിവുള്ള ആൾക്കാരാണ്, നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്, നല്ല മനസ്സുള്ള ഒരു പങ്കാളിയൊക്കെ ഉണ്ട് നിങ്ങൾക്ക്. കുറച്ചു പേരൊക്കെ ഇപ്പൊ ഒരു നോ കോണ്ടാക്ട് ഒക്കെ ആയിരിക്കുന്ന ഒരു ബന്ധങ്ങളിലേക്ക് വരും തന്നെയാണ് പറയണത് കേട്ടോ. കുറച്ചു പേർക്ക് ഒരു പണി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് സൂക്ഷിക്കുക. നിങ്ങളുടെ അടുത്ത് ചിലപ്പോ നിങ്ങൾ അറിയുന്ന ആൾക്കാരായിരിക്കാം, നിങ്ങൾ അടുത്തുള്ളവരായിരിക്കാം. അപ്പൊ നിങ്ങളുടെ അടുത്ത് ചിരിച്ചു വന്നുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് പണി തരുന്നത്. അപ്പൊ ഒന്ന് സൂക്ഷിക്കുക. ഒരു പണി വരുന്നുണ്ട് കുറച്ചു പേർക്ക് കേട്ടോ. അപ്പൊ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്ന എല്ലാവരും അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.